ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ്. നമ്മുടെ സ്വന്തം മമ്മൂക്ക, മെഗാസ്റ്റാർ മമ്മൂട്ടി നാട്ടിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ കിട്ടുന്നത്. കാരണം അദ്ദേഹത്തിന് എന്തോ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കുറച്ച് കാലമായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് കേരളത്തിന് പുറത്താണ്. അദ്ദേഹം ചികിത്സയ്ക്കായി ചെന്നൈയിലാണ് പോയിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയ വൃത്തങ്ങളും മറ്റു ന്യൂസ് ഏജൻസികളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തിരിച്ചു വരുന്നു. അടുത്ത ആഴ്ചയ്ക്കാണ് ഇവിടെ തിരിച്ചെത്തുന്നത്. ആ വരുന്നതോടുകൂടി തന്നെ നമ്മുടെ പല സിനിമകളിലെയും അപ്ഡേറ്റുകൾ അദ്ദേഹത്തിന് വരുന്നതോടുകൂടി തന്നെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരിക്കുന്ന പറയുമ്പോൾ ജിതിൻ കെ ജോസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം കളങ്കാവലാണ്. ആ മൂവിയുടെ ഇപ്പോൾ കുറേ പ്രൊമോഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടറിന് കുറേ ഇൻ്റർവ്യൂസ് എല്ലാം കൊടുക്കുന്നത് കണ്ടായിരുന്നു. എന്തായാലും അതുപോലെ അപ്ഡേറ്റുകൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊരു ശുഭ സൂചനയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ അഭാവത്തിലായിരിക്കാം ഇതെല്ലാത്തിൻ്റെയും അപ്ഡേറ്റുകൾ അന്നേരം നിർത്തിവെച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ലാതെ എത്ര വലിയ പ്രൊമോഷൻ നടത്തിയാലും ചിലപ്പോൾ ആ പ്രൊമോഷനൊന്നും ഒരിക്കലും ഒന്നിൻ്റെയും പൂർണ്ണതയിലെത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ ആയിരിക്കാം ഈ ഒരു ടീമിന്. അതുകൊണ്ടായിരിക്കാം മമ്മൂട്ടി നമ്മുടെ അടുത്ത ആഴ്ച വരുന്നു, നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. അദ്ദേഹത്തിന് തിരിച്ചു വരുമ്പോൾ വലിയൊരു ആഘോഷമാക്കാൻ തന്നെയാണ് നമ്മുടെ ഈ ഫാൻസും മറ്റു സിനിമാ പ്രേമികൾ തന്നെ എല്ലാവരും തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ എല്ലാവരും തന്നെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മമ്മൂട്ടിയുടെ ഒരു തിരിച്ചു വരവെന്ന് പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചു വരവല്ല, അദ്ദേഹത്തിൻ്റെ ആ പഴയ ഫോമിലേക്കുള്ള തിരിച്ചു വരവ്, ജീവിതത്തിലേക്കുള്ള തിരിച്ചു വരവ് അങ്ങനെയൊക്കെ പറയില്ല. അതിൽ സിനിമയിൽ നിന്നും അദ്ദേഹം അവിടെയും പോയില്ല. കാരണം ഇന്നും സ്റ്റേറ്റ് അവാർഡിനെ പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം മുട്ടി നിൽക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഒരു യുവതാര നിരയെ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ സ്വന്തം ടൊവിനോ തോമസ്, ആസിഫ് അലി, പിന്നെ ജഗദീഷ് ഉണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ആളുകളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരേ ഒരാൾ വണ്ണനുള്ളി മമ്മൂട്ടി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ശീലം അത് തന്നെയാണ്. എത്ര വലിയ ആക്ടേഴ്സ് വന്നാലും അതിൻ്റെ മുൻനിരയിൽ ഓപ്പോസിറ്റായിട്ട് ഏറ്റവും അതിഗംഭീരമായിട്ടുള്ള റോളുകളുമായി അദ്ദേഹം മുന്നിൽ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ളൊരു സൂചന എപ്പോഴും തരുന്നതാണ്. അത് ഇപ്പോഴും ഉണ്ട്. ഇപ്രാവശ്യം സ്റ്റേറ്റ് അവാർഡിനും അദ്ദേഹത്തിൻ്റെ ബ്രഹ്മയുഗം തന്നെയാണ് ഏറ്റവും ടോപ്പായി നിൽക്കുന്നത്. ചിലപ്പോൾ കഴിഞ്ഞ വർഷം കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം കിട്ടാൻ ചിലപ്പോൾ അങ്ങനെയുള്ള പരിഗണനയൊക്കെ കൊടുത്ത് പോവുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ചിലപ്പോൾ കിട്ടലായിരിക്കാം. പക്ഷേ അങ്ങനെ നോക്കാതെ സിനിമയുടെ വ്യാപ്തിയും സിനിമയുടെ ക്വാളിറ്റി നോക്കി മാത്രം കൊടുക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗം തന്നെ ഈ പ്രാവശ്യം അടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടുകൂടി മമ്മൂട്ടി എന്ന നടൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, ആ ഒരു സ്റ്റാറ്റസ് ഒന്നുകൂടി കൂടുതൽ അതിൽ കുറയുന്ന ഒരു പക്ഷമില്ല. എന്തായാലും നമ്മുടെ സ്വന്തം മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി തിരിച്ചു വരട്ടെ, വന്ന് നമുക്ക് ആഘോഷമാക്കാനുള്ള സിനിമകളുമായി അദ്ദേഹത്തിൻ്റെ അപ്ഡേറ്റുകൾ വരട്ടെ എന്നൊരു ശുഭ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പോലെ എല്ലാ നല്ല നിമിഷങ്ങളും നടക്കട്ടെ, എല്ലാം നല്ലത് നടക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ശ്രീ മമ്മൂട്ടിക്ക് നല്ലൊരു ആരോഗ്യം കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ ഗൈസ്, അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ, ബൈ, സീ യു.